ഹായ് ഫ്രണ്ട്സ്, ദൂരെ ഇട്ട് പോവാം. അങ്ങനെ ബേബിനെ കമ്മിങ് വിളിച്ചു. പേടിക്കേണ്ട എന്നും പറഞ്ഞു. അങ്ങനെ ആറാം ചോക്ലേറ്റ് എടുത്തു. ടാൻസ്കൾ ഓക്കെ ഓക്കെ. ആറാം നോക്കാൻ തുടങ്ങി. അങ്ങനെ ഓർഡർ എടുത്ത് കുടിച്ചു. ആറാം പറയാൻ തുടങ്ങി, എനിക്ക് എൻ്റെ കൂടെ കുറച്ച് സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് ബേബി അകത്ത് പോയിക്കോ. ബേബിയോട് പറഞ്ഞു അകത്ത് പോയിക്കോ. ശരി മാം. അങ്ങനെ ആറാം എടുക്കാൻ പറഞ്ഞു. എങ്ങനെയുണ്ട് ലൈഫ്? നന്നായിട്ടുണ്ട് സാർ. എന്താ പറ്റി പേടിക്കുന്ന തങ്ങുന്നത്? എന്നോട് ഒരു കാര്യം പറയാൻ വന്നത് സാർ. അത് എൻ്റെ കൂടെ വെളിയിൽ വരാൻ പറ്റും സാർ? അതെങ്ങനെ സാർ പറ്റും? ഞാൻ ഷോപ്പിംഗ് പോവാം, അതുകൊണ്ട് നീ എൻ്റെ കൂടെ സാർ. നിങ്ങൾ അറിയാം അതുകൊണ്ട്? എന്നെ അറിയില്ല. അറിയാം സാർ. ശരി ഓക്കെ, നീ എൻ്റെ കൂടെ വാ സാർ. അത് വരുന്നോ ഇല്ലേ സാർ? ഞാൻ അങ്ങനെ വാതുമുട്ട തുടങ്ങി. ഇതുകൊണ്ട് ഷോക്കായി. അങ്ങനെ അറം നോക്കി. സാർ അങ്ങനെ വാതുമുട്ട നോക്കി. തുറന്നു. കീർത്തിയായിരുന്നു. മുറിക്കാൻ തുടങ്ങി. സോറി മച്ചേ. അത് അകത്ത് ചെടിയിൽ പറയാൻ തുടങ്ങി. പിന്നെ ആറാമനെ കണ്ട് ഷോക്കായി പോയി കീർത്തിക്ക്. മച്ചി, ഇദ്ദേഹം എന്താ ഇവിടെ ചെയ്യുന്നത്? അത് പിന്നെ പറയാം. ആറാം പറഞ്ഞു. അത് ശരിയായി. ആറാം പറയാൻ തുടങ്ങി. കീർത്തി സാർ, നിങ്ങൾ അതൊന്നുമില്ല, ബേബിനെ നീ നോക്കിക്കോ. അങ്ങനെ കീർത്തിയോട് പറഞ്ഞു. വാ അവിടുന്ന് സാർ. ഞാൻ എവിടെ പോകുന്നു സാർ? വാ, ഒരു ഇറസോ മോസില്ല കൂടെ വാ. അങ്ങനെ അവിടെ വലിച്ചോണ്ട് മാസ്കെല്ലാം വലിച്ചോണ്ട് പോകാൻ തുടങ്ങി. കീർത്തിക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല. അയ്യോ, ഈ അർജുൻ എവിടെ? അർജുനക്ക് കോൾ ചെയ്തു, ഒന്നും എടുക്കുന്നത് കണ്ടില്ല. ഇവൻ എവിടെ പോയിട്ടുണ്ട്? അങ്ങനെ കീർത്തിക്ക് ടെൻഷനെ. ബേബിന് കാര്യമായി നോക്കി. ആറും കാറിനകത്ത് എടുത്തു. കാറെടുക്കാം സാർ. കാറെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആറും പറഞ്ഞ പ്ലേസിൽ പോയി കാർ എടുപ്പിച്ചു. ശരി ഓക്കെ. അങ്ങനെ ഒരു സിറ്റി സെൻറ്റർ ഒരു ഷോപ്പിംഗ് സ്റ്റോളിട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഡ്രസ് ഷോപ്പ്. അങ്ങനെ ഡ്രസ്സ് അങ്ങനെ ആറാം ചോദിച്ചു, നിൻ്റെ അളവ് ഡ്രസ്സ് എടുക്കും. അങ്ങനെ ആറാം സാർ, എന്നെ അളവ്, അതെ നിൻ്റെ അളവ് തന്നെ ഡ്രസ്സ് എടുക്കും സാർ. അത് അങ്ങനെ ആറാം വിളിച്ച് അത് പറഞ്ഞു കണ്ടില്ല. എക്സ്ക്യൂസ് മാം സാർ, ഇവിടെ അളവ് എടുത്ത് ഡ്രസ്സ് എടുക്കും സാർ. ഇവിടെ അളവ് ചോദിച്ചു നോക്കും. അങ്ങനെ അളവ് പറഞ്ഞു. അങ്ങനെ പറയുന്ന എന്തിനാ അളവൊന്നും അറിയില്ല. അങ്ങനെ ഡ്രസ്സ് അളവ് എടുത്തു പറഞ്ഞു. ഡ്രസ്സ് ആറും സഹിച്ചത്. പിന്നെ ജോലോ സോപ്പ് അങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങി. ഇത് എന്തിനാ ചെയ്യുന്നതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെയായിട്ട് ശരി ഓക്കെ. അങ്ങനെ ആറാം പ്ലാൻ ചെയ്ത് തുടങ്ങി. ശരി ഓക്കെ, ഇങ്ങോട്ട് പോവാം. അങ്ങനെ പോയിട്ട് ശരി, നാളെ നല്ലത്, നാളെ ഇങ്ങനെ വെച്ച് ആറാം പറഞ്ഞു. ഇത് നീ വെച്ചോ സാർ. അതെന്തിനാ? ഇത് വെച്ചോ, ഞാൻ പറഞ്ഞത് പോലെ. അങ്ങനെ ആറാം ആ ഡ്രസ്സ് എല്ലാ സാധനങ്ങൾ കുട്ടികൾക്ക് ഈ ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് വന്ന് ആറാം നിറയെ സാധനം. ആറാം പറഞ്ഞു. ഡ്രൈവർ സാർ, ഇവരെ നിറയെ സാധനങ്ങൾ എല്ലാം എടുത്തു. ഡ്രൈവർ ഇവിടെ ഡ്രോപ്പ് ചെയ്ത്. ഓക്കെ സാർ. ഡ്രൈവർ ഒരു സെക്യൂരിറ്റി ഗേൾ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വാ സാർ. ഞാൻ പറഞ്ഞു. ഞാൻ ആറാം പറഞ്ഞു, ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, ഇവരോട് ഞാൻ പറഞ്ഞതിൽ നീ മേങ്ങിക്കോ. ഓക്കെ സാർ. ശരി ഓക്കെ. അങ്ങനെ ആ കുട്ടി എന്തെല്ലാം സാധനങ്ങൾ മേങ്ങുന്നത്. ഇന്ത്യൻ ഡ്രസ്സിൽ നിറയെ സാധനം ആറാം ഓർഡർ ചെയ്തോളൂ. ഒരു ബാഗ്, ഒരു ബാസ്ക്കറ്റ് എടുത്ത്, പിന്നെ ബേബിക്ക് ഡ്രസ്സ് മേങ്ങി എല്ലാ സാധനവും എല്ലാം പാക്കിങ് ചെയ്തു. ശരി ഓക്കെ സാർ. എല്ലാം ജോലി കഴിഞ്ഞു സാർ. ശരി ഓക്കെ, ഇത് കൊണ്ടുപോയിക്കോ സാർ. ഇത് കുറച്ച് സാധനം, ഇത്ര സാധനം അവൾ വീട്ടിൽ കഴിച്ചോ, അത് മാത്രമല്ല ഇത് എൻ്റെ റൂം കൊണ്ട്. ശരി സാർ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ചു കൊടുത്തയച്ചായിരുന്നു. അങ്ങനെ ആരെന്ന് പറഞ്ഞു. രാവിലെ ടെൻഷനായിരുന്നു. അർജുൻ കോള്. അർജുൻ, നീ എവിടെടാ? ഇല്ലടി, ഞാൻ എൻ്റെ വീട്ടിലാണ്. റോസ് എവിടെ? അവളെവിടെ വീട്ടിലാണ് ഉള്ളത്. എൻ്റെ വീട്ടിനെ കുറിച്ച് ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇപ്പോൾ വരാം. അർജുൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ആ അർജുൻ അവൻ്റെ ഗേൾ ഫ്രണ്ട് ഡ്രോപ്പ് ചെയ്തു. അവന് വന്നായിരുന്നു. അതെ, അവർ ഫ്ലൈറ്റിലാണ്. അതെ, ഫ്ലൈറ്റിൽ പോയിരുന്നു. ഫ്ലൈറ്റിൽ പോയി ഡ്രോപ്പ് ചെയ്ത് വന്നായിരുന്നു. ഞാൻ അർജുൻ ഓടി വന്നു. എന്തടി പറ്റി? അർജുൻ വന്നു. വീട്ടിലൊക്കെ ഡയറക്റ്റ് ഓടി വന്നു. എന്ത് പറ്റി? നടന്ന കാര്യമല്ല പറഞ്ഞു. അർജുൻ ഷോക്ക്. എന്തടി? അതൊന്ന് ജോൽസ് അതിന് മെയ് തന്നെ അറിയില്ലായിരുന്നു. എന്നിട്ട് ശരി, നമുക്ക് നാളെ നോക്കാം. അങ്ങനെ രാവിലായി വാതിൽ തുടങ്ങി. കുറച്ച് ഗേൾസ് എല്ലാം വന്നിരുന്നു. മാഡം, നിങ്ങൾ റെഡി ആയിക്കോ. എന്തിനാണ് റെഡി ആവുന്നത്? കുറച്ച് ഗേൾസ് എല്ലാം മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. അത് ഒന്നും അറിയില്ലായിരുന്നു. കുട്ടി റെഡി ആക്കിയായിരുന്നു ഒരു ഗേൾ. അങ്ങനെ റെഡിയായിട്ട് ജോൽസാല ഇട്ടു. ഇതെന്തിനായിട്ടാണ് വന്നത്? ആറാമത്. അതെ, രാവിലെ ആയിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും അവിടുന്ന് ഗേൾസ് വണ്ടിയിൽ കയറിക്കോ, അത് പറയാം. അത് നോക്കുമ്പോൾ ഒരു പ്ലേസ് ആയിരുന്നു. അവിടെ ഒരു ഇങ്ങനെ മാരേജ് ഡിസൈൻ ആയിരുന്നു. ആർക്ക് മാരേജ് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ആദ്യം ഫോളോ ചെയ്ത് വന്നായിരുന്നു. അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ മാരേജ് ഡ്രസ്സാണ്.
ഇവിടെ ഇരുന്ന് ആറാം എടുത്തിരുന്നത്. ആറാം പറയുമായിരുന്നു. ഇതുകൊണ്ട് ഷോക്കായിരുന്നു. സാർ ആ സാറാ ഇവിടെ ഇരുന്നു. അങ്ങനെ ആറാം പറഞ്ഞു മുറിക്കാൻ തുടങ്ങി. ആറാം പറഞ്ഞു നീ എന്നെ മാരേജ് കഴിക്കണം. ആറാം പറഞ്ഞു സാർ. അങ്ങനെ അവിടെ അടങ്ങിയിരുന്നു. ആറാമടി പറഞ്ഞു, ആറാമത് ഒരു ഗേൾ പറഞ്ഞു നിങ്ങൾ മാരേജ് ചെയ്യുന്നു. അങ്ങനെ ആറാമ അവിടെ ഇരിക്കാൻ പറഞ്ഞു. വേറെ വഴിയില്ല, എന്ത് ചെയ്യുന്ന അറിയില്ല. ആറാം മറ്റായിരുന്നു. അതെ സെക്രട്ടറി പറഞ്ഞായിരുന്നു നിങ്ങൾ എവിടെ ഇരുന്നു. അങ്ങനെ വേറെ വഴിയില്ല, ആറാമ്മയുടെ അടുത്തിരുന്നു. ആറാമ്മ അവരോട് പറഞ്ഞു. അങ്ങനെ ബേബിയും കാണുന്നില്ല. അങ്ങനെ ബേബീനെ പിടിച്ചു വെച്ചായിരുന്നു. അങ്ങനെ ആ സെക്രട്ടറി പറഞ്ഞായിരുന്നു ഓൾറെഡി ബേബി വേണം, ഈ സാറിന് മാരേജ് കഴിക്കണം. അതെനിക്ക് ഓക്കെ അല്ലായിരുന്നു. സെക്രട്ടറി പറഞ്ഞത് കൊണ്ട് ശരി ഓക്കെ വേറെ വഴിയില്ല. മാരേജും നടന്നു. ഇന്ത്യ സൈസ് മാരേജ് നടന്നു. ശരി അങ്ങനെയായിട്ട് ആദ്യം വന്ന് നോക്കുമ്പോൾ അകത്ത് സെക്രട്ടറി പോകാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ അകത്ത് പുറത്ത് വരുമ്പോൾ ആദ്യക്ക് ഷോക്കായിരുന്നു. ഇടി വീണായിരിക്കായി. ആദ്യമൊക്കെ ഓൾറെഡി പിടിക്കുമായിരുന്നു, കൃഷിയായിരുന്നു. എങ്ങനെ പ്രപ്പോസ് ചെയ്യാമെന്ന് ഇരിച്ചായിരുന്നു. ആദ്യമൊക്കെ ഷോക്കായി പോയി. എന്ത് മാരേജായോ? അങ്ങനെ ആറാം മുറിക്കാൻ തുടങ്ങി. ആദ്യം ഒരുമാതിരി നോക്കി മുറിക്കാൻ തുടങ്ങി. കള നടിച്ചത് ഞാൻ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ആ ഫ്ലാറ്റ് അങ്ങനെ വീട്ടിലൊക്കെ എടുത്തുകൊണ്ട് പോയി. ആറാം ശരി നീ എവിടുന്ന് റെഡി ആയിക്കോ, കാറ് രാവിലെ വരും. അങ്ങനെ ആറാം പറഞ്ഞു ശരി നീ വീട്ടിൽ, ഞാൻ ഇവിടെ നിന്ന് താമസിച്ചോളാം. അങ്ങനെ ആറാം പറഞ്ഞു ഇവിടുന്ന് പോവാം. അങ്ങനെ ആ വീട്ടിലെ കാര്യമാക്കിയിട്ട് ആറാം ശരി ആ പെണ്ണിനോട് താക്കോൽ കൊടുത്തു. അങ്ങനെ അതെ കീർത്തിനോട് താക്കോൽ കൊടുത്തു. അവിടുന്ന് പാക്കപ്പ് എല്ലാം ചെയ്തു. ആറാമിൻ്റെ വീട്ടിൽ അതെ ഹോട്ടലിൽ കൊണ്ടുവന്നു. ബേബീനെ കാര്യം ഉറങ്ങാൻ തുടങ്ങി. ആറാം കെട്ടി പിടിച്ച് ഉറങ്ങായിരുന്നു ബേബീനെ. ആറാമൊക്കെ ഒരു സ്മൈലായിരുന്നു. കുറച്ച് മനസ്സ് കുറച്ച് സാഡായിരുന്നു. അങ്ങനെ ഹീറോയിൻ അതെ അങ്ങനെ ഭർത്തന് വന്നു. സാർ അത് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. അങ്ങനെയായിട്ട് അങ്ങനെയല്ല എല്ലാവരും ഉറങ്ങി. അങ്ങനെ ഉറങ്ങിയ ശേഷം ആറാം നന്നായിട്ട് ഉറങ്ങിയതിന് ശേഷം രണ്ടുപേരും പ്രിയ ഉറങ്ങിയ ശേഷം കണ്ണ് തുറന്ന് ആറാം എണിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ആറാം അതെ ഫ്ലാഷ് ബാക്ക്. അതെ എന്ത് സംഭവിച്ചത്? ആറാം എന്തിനാ കല്യാണം കഴിച്ചത്? അതെന്താ സംഭവിച്ചത്? നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. ആറാമക്ക് സത്യം എല്ലാം അറിഞ്ഞായിരുന്നു. ഓൾറെഡി സത്യം അറിഞ്ഞായിരുന്നു ആറാമക്ക്.